എന്തായാലും സമയം ഏകദേശം ആയി വരുന്നുണ്ടെങ്കിൽ കൂടി ആ ഒരു സമയം വരെ വെയിറ്റ് ചെയ്യാനുള്ള ക്ഷമ ഞങ്ങൾക്ക് തീരെ ഇല്ല എന്നുള്ള രീതിയിലാട്ടോ നമ്മുടെ പറമ്പിലേക്ക് ഇറങ്ങിയപ്പോൾ കുറേ കാപ്പികൾ നമുക്ക് കാണാൻ വേണ്ടി പറ്റിയത്. കാരണം നമ്മുടെ കാപ്പിക്കുരിയൊക്കെ മൂത്ത് വരാനുള്ള ടൈമൊക്കെ ഏകദേശം ആയി വരുന്നതന്നെ ഉള്ളൂ. പക്ഷേ അതിന് മുന്നായിട്ട് തന്നെ ചില തൈകളിലൊക്കെ നോക്കുമ്പോൾ നന്നായിട്ട് നമ്മുടെ കാപ്പിക്കുരിയൊക്കെ ഇത് മൂത്ത് നിൽക്കുവാണേ. പിന്നെ നമുക്ക് കുറച്ച് ഡേയ്സ് കൂടി കഴിഞ്ഞ് കഴിഞ്ഞാൽ പറമ്പിലേക്ക് ഇറങ്ങിക്കഴിഞ്ഞാൽ നല്ലൊരു കളർഫുൾ മഴ ആയിരിക്കും കേട്ടോ. അതായത് നമ്മുടെ ഒരു കാപ്പിക്കുരു ഇങ്ങനെ നന്നായിട്ട് മൂത്തിനനുസരിച്ച് ഇങ്ങനെ പെട്ടെന്ന് ഇങ്ങനെ പഴുത്തോളൂ. അപ്പോൾ പഴുക്കുന്നു എന്ന് പറഞ്ഞൊരു 3-4 സ്റ്റേജിലൂടെ കേട്ടോ അത് കടന്നു പോകും. അതായത് ആദ്യം ഒരു പച്ച കളർ, പിന്നെ ഒരു റെഡ് കളറിലേക്കാവും, പിന്നെ ഒരു ചെറിയൊരു കാപ്പി കൂടിയൊരു കളർ, അങ്ങനെ ഒരു 4 കളർ വെറൈറ്റി ഒക്കെ വന്നു കഴിഞ്ഞാൽ ഫുള്ള് കാണാൻ തന്നെ ഒരു പ്രത്യേക രസമായിരിക്കും കേട്ടോ. പിന്നെ നമ്മുടെ കാപ്പിക്കുരൊക്കെ പഴുത്ത് കഴിഞ്ഞാലേ ആ ഒരു ന്യൂസ് നമ്മുടെ ചെവിയിൽ എത്തുന്നതിന് മുന്നേ നമ്മുടെ വേരുകളുടെ ചെവിയിലാട്ടോ ആദ്യത്തെ. അതുകൊണ്ട് ഞാൻ ഒരു കൂട്ടത്തോടെ അങ്ങ് വന്നു കളയും കേട്ടോ. പിന്നെ വന്നു കഴിഞ്ഞാലോ ഈ ഒരു കാപ്പിക്കുരുവൊക്കെ ഇങ്ങനെ നന്നായിട്ട് പഴുക്കുന്നതനുസരിച്ച് പുറന്തോടി നല്ലൊരു സ്വീറ്റ്നെസ് ആട്ടോ. അപ്പോൾ ആ ഒരു സ്വീറ്റ്നെസ് ഉണ്ടാക്കി ആയിരിക്കണം നമ്മുടെ വെരികളൊക്കെ വന്നിട്ട് അവർക്ക് വേണ്ടതെല്ലാം കഴിച്ചിട്ട് ബാക്കി ഒരു പരിപ്പുണ്ടാവും ഉള്ളിൽ. അപ്പോൾ അതൊക്കെ കഴിച്ചിങ്ങനെ താഴിട്ടിട്ട് പോകും കേട്ടോ. അപ്പോൾ നോക്കി നന്നായിട്ട് തന്നെ മൂത്ത് വളഞ്ഞ് ഈ ഒരു കാപ്പി ഉണങ്ങി ഇതാ നോക്കി. ഇന്നിപ്പോൾ നന്നായിട്ട് തന്നെ മൂത്ത് നമ്മൾ പറിച്ച് ഉണക്കിയതാണ്. അപ്പോൾ ഉണക്കി കറക്റ്റ് നമുക്കിത് പൊടിക്കാനുള്ളൊരു പരുവത്തിലാണ് അപ്പോൾ നമുക്ക് ഉള്ളത്. അപ്പോൾ അത് നന്നായിട്ട് ഉണങ്ങിയതുകൊണ്ട് നമുക്ക് ആ ഒരു ഇങ്ങനെ കയ്യിൽ എടുക്കുമ്പോൾ തന്നെ ഒരു കിലുകിലാന്നുള്ള സൗണ്ട് നല്ലൊരു തന്നെ ഉണ്ട് കേട്ടോ. പിന്നെ ഇന്ന് രാവിലെ കാപ്പി പിടിച്ചുകൊണ്ട് ഓരോ ദിവസവും സ്റ്റാർട്ട് ചെയ്യുന്ന കുറച്ച് പേരെങ്കിലും അപ്പോൾ ഈ ഒരു കാപ്പി കുരു നാട്ടോ നമ്മൾ ആ കാണുന്ന ഒരു കാപ്പിപ്പൊടിയൊക്കെ ഉണ്ടാക്കുന്നത്. അപ്പോൾ അതിലേക്ക് വേണ്ടിയിട്ടുള്ള നമുക്ക് കുറച്ച് ഫ്ലേവറൊക്കെ ചേർക്കുകയാണെന്നുണ്ടെങ്കിൽ രുചികരമായ കാപ്പി നമുക്ക് വീട്ടിൽ തന്നെ ഇതുപോലെ പൊടിച്ച് ഉണ്ടാക്കിയെടുക്കാൻ വേണ്ടി പറ്റും. നോക്കിയാൽ കയ്യിലെടുക്കുമ്പോൾ തന്നെ കിളികിലാന്നിങ്ങനെ കിളിങ്ങി അത്രത്തോളം നല്ല രീതിയിൽ ഡ്രൈ ആയി വന്നിട്ടുണ്ട് കേട്ടോ. അപ്പോൾ എന്തായാലും ലാസ്റ്റ് ഒരുപാട് കളറിലൂടെയൊക്കെ വന്നു കഴിഞ്ഞാൽ ലാസ്റ്റ് ഈ ഒരു കളറിലാട്ടോ ഫൈനലി വരും. അപ്പോൾ എന്തായാലും ഞാൻ കുറച്ചുള്ളത് നന്നായിട്ടൊന്ന് കഴുകി ഉണക്കാൻ വേണ്ടിയിട്ടുള്ളതാണ്. അപ്പോൾ എന്തായാലും നല്ല വെയിലുണ്ട്. അപ്പോൾ നമുക്ക് മഴയ്ക്ക് മുന്നേ എടുത്തുള്ള വീഡിയോ ആണ്. അപ്പോൾ എന്തായാലും നന്നായിട്ട് ഉണങ്ങിയ ശേഷം നമുക്കത് വാരി വയ്ക്കണം. അപ്പം നല്ലൊരു വീഡിയോ ആയിട്ട് നാളെ കാണാം.